ആ വാഹനത്തിലേക്ക് പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ട് പ്രവർത്തകർ സ്വീകരിക്കുന്നു. ഇതാ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് ബിജെപിയുടെ ദേശീയ അധ്യക്ഷന്റെ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് നേരത്തെ മുതൽ പ്രവർത്തകർ കാത്തു നിൽക്കുന്നതാണ്. മണിക്കൂറുകളായി ഇവർ പ്രധാനമന്ത്രിയുടെ വരവിനു വേണ്ടിയാണ് കാത്തിരുന്നത്. സ്വരാജ് റൗണ്ടിന്റെ ഇരുഭാഗങ്ങളിലും ആയി നിലയുറപ്പിച്ചിട്ടുള്ള പ്രവർത്തകർ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് ആണ് പ്രവർത്തകരെ ഇരുവശങ്ങളിലുമായി നിയന്ത്രിക്കുന്നത്. സുരക്ഷാ സംവിധാനങ്ങൾ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു വരുമ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രത്യേക സുരക്ഷാ സേന കൃത്യമായി നിരീക്ഷണം നടത്തുന്നു. അവിടെ ആ സേനാ അംഗങ്ങൾ ആണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് അകമ്പടി നൽകിക്കൊണ്ടിരിക്കുന്നത്, സുരക്ഷ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വാഹനം ആണ് ഇപ്പോൾ കടന്നു പോകുന്നത്. തൃശ്ശൂരിലെ സ്വരാജ് റൗണ്ടിലൂടെ ആണ് പ്രധാനമന്ത്രിയുടെ വാഹനം കടന്നു പോകുന്നത്. റോഡിന്റെ ഇരുഭാഗങ്ങളിലുമായി നിരവധി പ്രവർത്തകർ ആണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകർ ബിജെപിയുടെ പതാകകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് പതാകകൾ വീശി കൈ ഉയർത്തി മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നു. ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരം ആണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കടന്നു പോകുന്നത് എന്നതാണ്. ഈ 1 കിലോമീറ്ററും ഇത്തരത്തിൽ ആപാലവൃദ്ധം ബിജെപി പ്രവർത്തകർ ഒന്നടങ്കം അണിനിരന്നിരിക്കുന്നു റോഡിന് ഇരുവശങ്ങളിലും. അങ്ങനെ ബിജെപി പ്രവർത്തകരുടെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് പ്രധാനമന്ത്രി കടന്നു പോകുമ്പോൾ പ്രവർത്തകരെ കൈവീശി പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പ്രധാനമന്ത്രി റോഡിന് ഇരുവശവുമുള്ള പ്രവർത്തകരുടെ ആവേശത്തോടു കൂടിയാണ് അഭിസംബോധന ചെയ്യുന്നത് എന്നത്. നേരത്തെ പാലക്കാട് എത്തിയപ്പോഴും ഇത്തരത്തിൽ വലിയ സ്വീകരണം ആയിരുന്നു ലഭിച്ചത്. അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് പിന്നീട് പ്രധാനമന്ത്രി തൃശ്ശൂരിലേക്ക് എത്തിയത്. അതിനുശേഷം റോഡ് ഷോയായാണ് പ്രധാനമന്ത്രി ഈ പൊതുയോഗം നടക്കുന്ന വേദിയിലേക്ക് പുറപ്പെടുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വാഹനം കടന്നു പോകുന്നത് സ്വരാജ് റൗണ്ടിലൂടെയാണ്. സ്വരാജ് റൗണ്ടിന്റെ ഇരുവശത്തുമായി നിരവധി പ്രവർത്തകർ നേരത്തെ തന്നെ നിലയുറപ്പിച്ചിരുന്നു. അവർ ഒന്നടങ്കം മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു, കേൾക്കാൻ സാധിക്കുന്നു. പ്രധാനമന്ത്രി അവരെ ഇരുവശത്തുമുള്ള പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നു. ആ വാഹനം ഇപ്പോൾ കടന്നു പോകുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ആണ്, തൃശ്ശൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പലരും രാവിലെ 11 മണിയോടുകൂടി തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. രാവിലെ 11 മണി മുതൽ സ്വരാജ് റൗണ്ടിൽ കർശനമായ ഗതാഗത നിയന്ത്രണം ആണ് ഏർപ്പെടുത്തിയിരുന്നത്. സ്വകാര്യ വാഹനങ്ങളെ അവിടേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല. ബിജെപിയുടെ പ്രവർത്തകർ നേരത്തെ തന്നെ 11 മണിയോടുകൂടി തന്നെ ഈ സ്വരാജ് റൗണ്ടിന്റെ ഇരുഭാഗങ്ങളിലുമായി എത്തി